വളരെ ഗൗരവത്തോടെയാണ് റിപ്പോർട്ടർ വാർത്ത കാണുന്നതെന്നും അംഗീകൃത കമ്പനികളുടെ തേയിലപ്പൊടികൾ മാത്രമാണ് വാങ്ങാറുള്ളതെന്നും വ്യാപാരികളും ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. മലയാളി ശരിക്കും തുടങ്ങുന്നത് തന്നെ ചായ കുടിച്ചിട്ടാണ് അറിയാം. തെരുവിൽ ലൈസൻസുകളില്ലാതെ തട്ടുകടകൾ പോലത്തെ കടകളിലേക്ക് യഥേഷ്ട ഈ സാധനം വന്ന് എത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് ക്യാൻസർ ഏറ്റവും വേഗത്തിൽ കയറി വരാൻ സാധ്യതയുള്ളതാണ്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം കടകളിൽ നിന്ന് ഒരിക്കലും ഇത്തരം സാധനം കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളോട് കാണിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് ഈ പരിശോധനകൾ കാര്യങ്ങൾ, ഇത് നേരെ മറിച്ച് അവരിൽ നിന്നെടുത്താൽ ഇത് ഒരു വിധം നമുക്ക് കുറക്കാൻ കഴിയും. ഈ തട്ടുകട അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ കച്ചവടങ്ങളും ഈ മായം ചേർത്ത ചായപ്പൊടി ഏറ്റവും കൂടുതലും സെയിൽ നടക്കുന്നതും. അതുമായി അവിടെ പോയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ആളുകൾ ചായ കുടിക്കുന്നതും. 6 മണിക്ക് ശേഷം പരിശോധന ഇല്ലാത്ത സമയങ്ങൾ തുറക്കുന്ന കടകൾ, അവരൊക്കെയാണ് ഇത് കൂടുതൽ ലാഭങ്ങൾ മോഹിച്ചിട്ട് ചെയ്യുന്നത്. കാരണം കൂടുതൽ എണ്ണം കിട്ടുന്നതോടും ജനങ്ങൾ ഇതിന് അടിമപ്പെടും, രോഗങ്ങൾക്ക് അടിമപ്പെടുക എന്നുള്ളത്. അപൂർവം ചില കച്ചവടക്കാർ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചെയ്തോളുന്നില്ല. നമ്മുടെ കാതോറസ് കമ്പനിയിൽ നിന്ന് ബില്ലുള്ള സാധനം മാത്രമേ നമ്മളിപ്പോഴത്തെ കടക്കാരൊക്കെ ഇറക്കുള്ളൂ. അതിൽ വല്ല മായം ചേർത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നിരുന്നാലും ബില്ലിൽ നമുക്ക് പേടിക്കേണ്ട. തട്ടുകടക്കാർക്ക് എന്താ സംഭവിച്ചാൽ അവർക്ക് 10 രൂപ ഇത് പിടിക്കണമെന്ന് ഞങ്ങൾ കച്ചവടക്കാരൻ്റെ ആഗ്രഹം. ഇങ്ങനത്തെ വ്യാജന്മാർ പോയിട്ട് അവിടെ പോയി വാങ്ങിക്കുമ്പോൾ അവർക്കാണ് കച്ചവടം കിട്ടുന്നത്, കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടൂല. നമ്മളിപ്പോൾ ഇവിടെ ശ്രീകുണ്ട്ര എസ്റ്റേറ്റ്, വാട്ടർഫാൾ അല്ലെങ്കിൽ AVT ഇങ്ങനെ ഈ എസ്റ്റേറ്റ് ചായകളാണ് കൊച്ചി ഓപ്ഷനിൽ വരുന്ന ചായകളാണ് ഇവിടെ ഒരുവിധം കടക്കാരൊക്കെ വെക്കുന്നത്. നമ്മളിവിടെ ബില്ലുള്ള സാധനം ഇറക്കുന്നുള്ളൂ, നല്ലതാണ്. എന്നാലേ നമുക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. ചായക്കട കയറിയാൽ ചായ അടിക്കുമ്പോൾ ഒരു ചായ എന്ന് പറഞ്ഞാൽ പൊടി നമ്മൾ നോക്കി കുടിക്കലില്ലല്ലോ. പിന്നെ ഇവരെ വലിയ വലിയ കച്ചവടക്കാർക്കൊക്കെ വലിയ അടിയാണ്. കുറഞ്ഞ ലാഭത്തിന് പൊടി സാധനം കൊണ്ട് വിൽക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചായയൊക്കെ വാങ്ങുന്ന സമയത്ത് ചായയൊക്കെ അഡിക്റ്റായിരിക്കുന്ന ആളുകളുണ്ടാവും. ഒന്നിനും അഡിക്റ്റാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല ബ്രാൻഡഡ് തേയിലപ്പൊടികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബ്രാൻഡഡ് അല്ലെങ്കിലും സുരക്ഷിതമായ തേയിലപ്പൊടികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം തട്ടുകടകളിൽ ലഭ്യമാവുന്ന ചായകളിൽ ധാരാളം ചായപ്പൊടികൾ ഇതേപോലെ കടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് വ്യാജ ചായപ്പൊടികൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടറിൻ്റെ കണ്ടെത്തൽ.